ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 6th മൊഡ്യൂളാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 5th മൊഡ്യൂളായിരുന്നു കവർ ചെയ്തിരുന്നത്. നമ്മൾ ലാസ്റ്റത്തെ 3 ക്ലാസ്സായിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനുള്ള സെഷനായിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ സിഗ്നലും സെമാഫോറും പഠിച്ചു. അതുപോലെ സെക്കൻഡ് ക്ലാസ്സിൽ മെസ്സേജ് ക്യൂ, മെയിൽ ബോക്സ്, പൈപ്സ് പഠിച്ചു. മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ സോക്കറ്റും RPCയും പഠിച്ചു. ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു ഓരോന്നായിട്ട്. ഇത് വെച്ചിട്ടുള്ള ക്വിസ് നമ്മൾ ചെയ്തു അല്ലേ. അതിന് മുന്നത്തെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് പ്രോസസ്സ് സ്റ്റേറ്റ്സ്, അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ 5th മൊഡ്യൂൾ കവർ ചെയ്തു. 5th മൊഡ്യൂൾ ഒരു വലിയ മൊഡ്യൂളാണ്. നമ്മൾ ആദ്യം ഗ്രൂപ്പുകളിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, റൗണ്ട് റോബിൻ, അതുപോലെ ഏർലിയസ്റ്റ് ഡെഡ് ലൈൻ ഫസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും 5th മൊഡ്യൂളിൽ വരുന്ന പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 6th മൊഡ്യൂളാണ്. 6th മൊഡ്യൂൾ നിങ്ങൾ നോക്കുക, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള സെഷനാണ് 6th മൊഡ്യൂൾ. സോ ഇത് ഫുൾ തിയറിയാണ്, കംപ്ലീറ്റ് തിയറി. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സർവീസസ്, ഗോൾസ്, സ്ട്രക്ചേഴ്സ്, കെർണൽ, പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, ഫയൽ സിസ്റ്റം ഓർഗനൈസേഷൻ. ഇതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ പഠിക്കാനുള്ളത് മ്യൂക്കോസ് R2 എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇത് വെച്ചിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കൊരു 4-5 സെഷനായിട്ട് ഈ മൊഡ്യൂൾ പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ആർട്ടോസ്. സോ ആർട്ടോസ് ഈസ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ വേർഡ് തന്നെ ക്ലിയർ ആണ്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ OS ആണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദ റിയൽ ടൈം സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം ഇൻ വിച്ച് ദ ടൈം ഇൻ്റർവൽ റിക്വയർഡ് ടു പ്രോസസ് ആൻഡ് റെസ്പോണ്ട് ടു ഇൻപുട്ട് ഈസ് സോ സ്മോൾ that it control the environment. The real-time operating system must have well-defined fixed time constraints, otherwise the system will fail. സോ വളരെ ക്ലിയർ ആണ്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്യുവർലി ടൈം എന്നുള്ള പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്തതെങ്കിൽ അതിനെയാണ് നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എംബഡഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആർട്ടോസ്. സോ ഫുള്ളി ടൈം കൺസ്ട്രെയിൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആർട്ടോസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ആർട്ടോസ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻറ്റൻഡഡ് ടു സെർവ് റിയൽ ടൈം ആപ്ലിക്കേഷൻ ദാറ്റ് പ്രോസസ് ഡാറ്റ ആസ് ഇറ്റ് കംസ് ഇൻ, മോസ്റ്റ്ലി വിത്തൗട്ട് ബഫർ എ ഡിലേ. അപ്പോൾ ഒരു ഡിലേയും ഇല്ലാതെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ നമുക്ക് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആർട്ടോസ് യൂസ് ചെയ്യാം. സോ ഇതിന് കുറേ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഡിലേ വരാൻ പാടില്ലാത്ത സിസ്റ്റംസ്, ഇതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ്, മെഡിക്കൽ ഇമേജിംഗ് സിസ്റ്റം, ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റം, വെപ്പൺ സിസ്റ്റം, റോബോട്ട്സ്, എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം. ഇതൊക്കെ ശരിക്കും ടൈം കൺസ്ട്രെയിൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. സോ ഈ ആപ്ലിക്കേഷൻസിന് നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ജനറൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ OS, നമ്മുടെ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്ന നോർമൽ OS ആയിരിക്കും ജനറൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ നോക്ക്, കമ്പാരിസൺ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് കമ്പാരിസൺ, ദ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഡെസ്ക്ടോപ്പ്, PC ആൻഡ് ലാപ്ടോപ്പ്. നമ്മൾ യൂസ് ചെയ്യുന്ന Windows 10 പോലത്തെ ഒക്കെ പ്യുവർലി എന്താണ്, ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് ഓൺലി അപ്ലൈഡ് ടു ദി എംബഡഡ് ആപ്ലിക്കേഷൻ. എംബഡഡ് ആപ്ലിക്കേഷന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് പ്യുവർലി എ പ്രോസസ് ബേസ്ഡ് ഷെഡ്യൂളിംഗ്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടൈം ബേസ്ഡ് ഷെഡ്യൂളിംഗ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പ്രോസസ്സുകളെ വെച്ചിട്ടാണ് ഷെഡ്യൂളിംഗ് ചെയ്യുന്നതെങ്കിൽ അത് ജനറൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ടൈം എന്നുള്ള കൺസ്ട്രെയിൻ ആണ് എടുക്കുന്നതെങ്കിൽ അത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൂന്നാമത്തെ പോയിന്റ് നോക്കുക, എ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ സിസ്റ്റംസ് ഓർ ആപ്ലിക്കേഷൻ ദാറ്റ് ആർ നോട്ട് ടൈം ക്രിട്ടിക്കൽ
ടൈം ക്രിട്ടിക്കൽ അല്ലാത്ത ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട് വിൻഡോസ്, ലിനക്സ്, യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എക്സെട്ര. RTOS ഈസ് യൂസ്ഡ് ഫോർ ടൈം ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻ. എക്സാമ്പിൾ VxWorks ആൻഡ് മ്യൂക്കോസ്. യു അല്ല മ്യൂ ആണ്. അപ്പോൾ ടൈം ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിന് RTOSും ടൈം ക്രിട്ടിക്കൽ അല്ലാത്ത ആപ്ലിക്കേഷൻസിന് ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യും. നാലാമത്തെ പോയിന്റ്, ദർ ഈസ് നോ പ്രെഡിക്റ്റബിലിറ്റി. സോ വാട്ട് ഈസ് മീൻ ബൈ പ്രെഡിക്റ്റബിലിറ്റി? പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടാസ്ക് എപ്പോൾ തീരും എന്നുള്ളത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ പ്രഡിക്ഷൻ കറക്റ്റ് ആവണമെന്നില്ല, മേ ബി ഡിഫറൻസ് വരാം. പക്ഷേ ഇത് ടൈം കൺസ്ട്രെയിൻസ് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് എ പ്രെഡിക്റ്റബിൾ ബിഹേവിയർ ഇൻ കേസ് ഓഫ് RTOS. നിങ്ങൾ നോക്കുക, അഞ്ചാമത്തെ പോയിന്റ്, ദ കെർണൽസ് ഓപ്പറേഷൻ മേ ഓർ മേ നോട്ട് ബി പ്രീഎംപ്റ്റഡ്. കേർണൽ എന്ന് പറയുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് കെർണൽ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ കെർണൽ ഓപ്പറേഷൻ മേ ഓർ മേ നോട്ട് ബി പ്രീഎംപ്റ്റഡ്. സോ വാട്ട് ഈസ് ബൈ പ്രീഎംഷൻ? പ്രീഎംഷൻ എന്ന് പറഞ്ഞാൽ മേ ബി ഹൈ പ്രയോറിറ്റി ടാസ്ക് വരികയാണെങ്കിൽ, ഒരു 10 പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്, 9ാമത്തെ പ്രോസസ്സ് റൺ ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും ഹൈ പ്രയോറിറ്റി ടാസ്ക് വരുന്നുണ്ടെങ്കിൽ ആ ടാസ്ക് പോസായിട്ട് പുതിയൊരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രീഎംഷൻ എന്ന് പറയാം. അപ്പോൾ മേ ബി ഇവിടെ പ്രീഎംഷൻ നടക്കാതിരിക്കാം ഏതിൽ, ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. പക്ഷേ കേർണൽസിൽ പറയുന്നുണ്ട് കേർണൽസ് ഓപ്പറേഷൻ ക്യാൻ ബി പ്രീഎംപ്റ്റഡ്. പ്രീഎംപ്ഷൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ പ്രീഎംഷൻ എന്നുള്ളൊരു പാരാമീറ്റർ ജനറൽ പർപ്പസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ആണ്, ഇൻ കേസ് ഓഫ് ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറ്റ് ഹാസ് എ ലാർജ് മെമ്മറി. ഇൻ കേസ് ഓഫ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ലാർജ് മെമ്മറി. കാരണം എംബഡഡ് ആപ്ലിക്കേഷൻസിന് ഒരു ലാർജ് മെമ്മറിയുടെ ആവശ്യമില്ല. മെമ്മറി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗുകളും കുറവായിരിക്കും. RTOS. ലാസ്റ്റ് പോയിന്റ് സെയിം ആണ്. കേർണൽ ഈസ് നോൺ പ്രീഎംപ്റ്റീവ് ഓർ ഹാസ് എ നോൺ പ്രീഎംപ്റ്റീവ് കോഡ് സെക്ഷൻ. കേർണൽ ഈസ് പ്രീഎംപ്റ്റീവ് എയ്തർ കംപ്ലീറ്റ്ലി ഓർ അപ് ടു മാക്സിമം ഡിഗ്രി. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അതിന് വേറെ രീതിയിൽ കാണിച്ചു തന്നേ ഉള്ളൂ പ്രീഎംഷൻ്റെ കേസിൽ അല്ലേ. അപ്പോൾ ഇതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഗോൾസ് ഓഫ് RTOS. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഗോൾസ് എന്തൊക്കെയാണ്? ഞാനതൊരു ഷോർട്ട് പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പെർഫെക്ഷൻ, കറക്റ്റ്നെസ്, പോർട്ടബിലിറ്റി, ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി, പ്രൊവൈഡിങ് കോമൺ സെറ്റ് ഓഫ് ഇൻ്റർഫേസസ് ഓഫ് ദി സിസ്റ്റം, ഓർഡർലി ആക്സസ് ആൻഡ് കൺട്രോൾ ഓഫ് മാനേജിങ് ദി പ്രോസസ്സസ്. ഇത് പഠിക്കാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഗോൾസ് ഓർ സർവീസസ് ഓഫ് RTOS എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക. സോ ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് 10 ഗോളാണ്, പ്യുവർ തിയറിയാണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഹെഡിങ്സൊക്കെ പഠിച്ചു വയ്ക്കുക. സോ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഫെസിലേറ്റിംഗ് ഈസി ഷെയറിംഗ് ഓഫ് റിസോഴ്സസ് ആസ് പെർ ഷെഡ്യൂൾ ആൻഡ് അലോക്കേഷൻ. വളരെ ക്ലിയർ ആണ്. ദ റിസോഴ്സസ് മീൻസ് പ്രൊസസ്സർ, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, വെർച്വൽ ഡിവൈസസ്, സിസ്റ്റം ടൈമർ, സോഫ്റ്റ്വെയർ ടൈമർ, കീബോർഡ്, ഡിസ്പ്ലേ, പ്രിൻ്റർ ആൻഡ് അതർ സച്ച് റിസോഴ്സസ് which processes task or thread request from the OS. No processing task or thread uses any resource until it has been allocated by OS at given instance. ഒന്നുമില്ല, ഇതിൽ കുറേ ഡിവൈസസ് പറഞ്ഞു അല്ലേ, പ്രൊസസ്സർ, മെമ്മറി, ഇതിനൊക്കെ ഈസി ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഗോൾ. സോ നമുക്ക് വേരിയസ് ഡിവൈസസ് ഉണ്ടായിരിക്കും, എല്ലാ ഡിവൈസസിനെയും മ്യൂച്വലി ടൈം കൺസ്ട്രെയിൻസ് വെച്ച് ഷെയർ ചെയ്യുന്നതാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ഗോൾ നിങ്ങൾ നോക്കുക, ഫെസിലേറ്റിംഗ് ഈസി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിത്ത് ഗിവൺ സിസ്റ്റം ഹാർഡ്വെയർ ത്രൂ ദ സോഫ്റ്റ്വെയർ ഓഫ് ദി സിസ്റ്റം. വളരെ ക്ലിയർ ആണ്. നമ്മൾക്കറിയാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, ഹാർഡ്വെയർസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ പ്രോപ്പറായിട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഗോള്. തേർഡ് ഗോൾ നിങ്ങൾ നോക്കുക, optimally scheduling the process on one by providing an appropriate context switching mechanism. അപ്പോൾ കറക്റ്റ് ടൈം മാനേജ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ പ്രോസസ്സുകളെ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഗോള്. ഫോർത്ത് വൺ, മാക്സിമൈസിങ് ദ സിസ്റ്റം പെർഫോമൻസ്, ലെറ്റ് ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഷെയർ ദി റിസോഴ്സസ് മോസ്റ്റ് എഫക്റ്റീവ്ലി വിത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് വിത്തൗട്ട് എനി സെക്യൂരിറ്റി ബ്രീച്ച്. അപ്പോൾ കറക്റ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഡിവൈസസിനെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നതാണ്
നാലാമത്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഷെയറിംഗ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ആ ഷെയറിംഗ് എന്നുള്ള കോൺസെപ്റ്റിനെ നമ്മൾ കറക്റ്റ് വേയിലൂടെ പ്രൊട്ടക്റ്റഡ് ചെയ്തുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നതാണ് നാലാമത്തെ ഗോള്. സോ ഫിഫ്ത്ത് ഗോള് നോക്കുക, പ്രൊവൈഡിങ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. കുറേ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യും. ഫോർ ദി പ്രോസസ്, മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് അതർ ഫങ്ഷൻസ് ഫോർ വിച്ച് ഈസ് ഡിസൈൻ. ഇതിനൊക്കെ അതായത് മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട് അതുപോലെ എല്ലാ ഫങ്ഷൻസിനെയും മാനേജ് ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത ഫങ്ഷൻ. സിക്സ്ത് ഫങ്ഷൻ നിങ്ങൾ നോക്കുക, പ്രൊവൈഡിങ് മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ഫങ്ഷൻ ഫോർ ദ ഡിവൈസസ് ആൻഡ് ഫയൽസ് ആൻഡ് ദ ഫയൽ ലൈക്ക് ഡിവൈസസ്. ഫയൽ പോലുള്ള ഡിവൈസസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നതാണ് സിക്സ്ത് ഗോള്. 7 നിങ്ങൾ നോക്കുക, പ്രൊവൈഡിങ് ഈസി ഇൻ്റർഫേസിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ ഫോർ ദി നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ ആൻഡ് ദി നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പർ വേയിലൂടെ ഇൻ്റർഫേസ് ചെയ്യുക എന്ന് പറയുന്നതാണ് 7th ഗോള്. 8th ഗോള് നിങ്ങൾ നോക്കുക, പ്രൊവൈഡിങ് പോർട്ടബിലിറ്റി ഓഫ് ദി ആപ്ലിക്കേഷൻ ഓൺ ഡിഫറെൻറ്റ് ഹാർഡ്വെയർ കോൺഫിഗറേഷൻ. സോ വാട്ട് ഈസ് മീൻ ബൈ പോർട്ടബിലിറ്റി? നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ എല്ലാ ഹാർഡ്വെയറിലും ഒരേപോലെ സപ്പോർട്ട് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. 9ാമത്തെ, പ്രൊവൈഡിങ് ഇൻ്റർ ഓപ്പറേറ്റിവിറ്റി ഓഫ് ആപ്ലിക്കേഷൻ ഓൺ ഡിഫറെൻറ്റ് നെറ്റ്വർക്കിൽ ഒരേപോലെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇൻ്റർ ഓപ്പറേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതിനും നമ്മൾ എന്ത് യൂസ് ചെയ്യും? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യും. പ്രൊവൈഡിങ് എ കോമൺ സെറ്റ് ഓഫ് ഇൻ്റർഫേസസ് ദാറ്റ് ഇൻ്റഗ്രേറ്റ് വേരിയസ് ഡിവൈസസ് ആൻഡ് ആപ്ലിക്കേഷൻ ത്രൂ സ്റ്റാൻഡേർഡ് ഓപ്പൺ സിസ്റ്റം. അപ്പോൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള കോമൺ സെറ്റ് ഓഫ് ഇൻ്റർഫേസസ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നതാണ് 10ാമത്തെ എയിം. അപ്പോൾ നമുക്കൊരു ജനറൽ ഔട്ട്ലൈൻ നോക്കാം. ഫസ്റ്റ് എന്തായിരുന്നു? റിസോഴ്സസിനെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു ഫസ്റ്റ് ഗോൾ അല്ലേ? യെസ്. സെക്കൻഡ് ഗോൾ എന്തായിരുന്നു? കറക്റ്റായിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു സെക്കൻഡ് ഗോള്. തേർഡ് എന്തായിരുന്നു? ഒപ്റ്റിമൽ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം കൺസ്ട്രെയിൻസ് വെച്ചിട്ട് നമ്മളൊരു പ്രോസസ്സിനെ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് 3ാമത്തെ പോയിന്റ്. 4ാമത്തെ നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റി മെഷേഴ്സ് വെച്ചിട്ട് കറക്റ്റ് ഷെയറിംഗ് നടത്തുക എന്ന് പറയുന്നത് 4ാമത്തെ പ്രോസസ്സ്. 5th എന്തായിരുന്നു? മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട് പോലത്തെ ഡിവൈസസിൻ്റെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. 6ാമത്തെ മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ഫങ്ഷൻസ്. ഇൻ കേസ് ഓഫ് ഫയൽസിൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻ ചെയ്യുക എന്ന് പറയുന്ന 6ാമത്തെ ഫങ്ഷൻ. 7ാമത്തെ ഫങ്ഷൻ എന്തായിരുന്നു? ഈസി നെറ്റ്വർക്ക് ഡിവൈസസിലെ കറക്റ്റായിട്ട് ഇൻ്റർഫേസ് ചെയ്യുക എന്ന് പറയുന്നത് 7ാമത്തെ ഫങ്ഷൻ. പോർട്ടബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് 8ാമത്തെ ഫങ്ഷൻ. ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് 9ാമത്തെ ഫങ്ഷൻ. എല്ലാ പ്രോസസ്സുകൾക്കും ഒരു കോമൺ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് 10ാമത്തെ ഫങ്ഷൻ. ഇത് നിങ്ങൾ എഴുതി പഠിക്കുക. 10 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഗോൾസ് ഓഫ് ആർട്ടോസ്. ഓക്കെ.